ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കണം. ഭക്ഷണത്തിന്റെ വില അറിഞ്ഞ് കഴിക്കുക. ഭക്ഷണത്തിന്റെ വില ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പുണ്ടാവും. അതെ, ദരിദ്ര കുടുംബത്തിലല്ല. മനസ്സിലായി. ഇപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ 3 നേരത്തെ ഭക്ഷണം കഷ്ടി കഴിച്ചു പോകാം, അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. അന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്നും ഇപ്പം എത്ര വലിയ ഭക്ഷണത്തിനും എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ വളരെ ലുബ്ധിച്ചൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഉമ്മ ചിലപ്പോൾ വൈകിട്ട് 2 രൂപ എന്നിട്ട് പറയും, മാർക്കറ്റിൽ പോയിട്ട് ചരു എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചരു എന്ന് പറഞ്ഞാൽ അന്ന് ചൊക്ലിയിൽ ചരു എന്നാണ് പറയുക. ഈ വലയെന്നൊക്കെ പോകുന്ന ചെറിയ ചെറിയ മീനുകളുടെ അത് പാവപ്പെട്ടവൻ്റെ തട്ട് നമ്മുടെ തട്ടുണ്ട്. അവിടെ വലിയ വലിയ മീനുകളൊക്കെ വേറെ വെക്കുന്നുണ്ടാവും. പാവപ്പെട്ടവന് 50 പൈസ 1 രൂപയ്ക്ക് ഇങ്ങനെ ഓരോ കൂട്ടി വെക്കുന്ന തട്ടുണ്ട്. അത് ചെറിയ പൊടിച്ചമ്മീൻ, പൊടി നങ്ക്, അതുപോലുള്ള സാധനങ്ങൾ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങിച്ചോ 1 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ച് വിടും. അപ്പോൾ ഞാനത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ചെല്ലുമ്പോഴുണ്ടാവും. അപ്പോൾ 1 രൂപക്ക് ആ സാധനം വാങ്ങിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉമ്മ മുളകിട്ടൊരു കറി വെക്കും. ഓഫ്, അത് ഉമ്മ വളരെ ലാവിഷായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ശരിക്ക് 3 ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ 1-2 ഇൻഗ്രീഡിയൻസ് ഇടും. അതിനൊക്കെ വളരെ പിശുക്കി എടുക്കും. കാരണം ഇത് വാപ്പ അടുത്തവണ വരുന്നവർ നിൽക്കണം. ഇല്ല, അടുത്ത വാങ്ങിക്കാനുള്ള പൈസ ഉമ്മയുടെ കയ്യിലില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, 1 സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് അങ്ങോട്ട് ഇടും, വീണ്ടും ചട്ടിയിലേക്ക് ഇടുമ്പോൾ പിന്നെയും കുറച്ച് ബാക്കിയാക്കി നിങ്ങളിലേക്ക് ഇടും. അത്രയും പിശുക്കിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്.